സഹോദര്യമാണ്. പരസ്പരം സഹോദരന്മാരാകാൻ കഴിയുക. അറബി ഭാഷയിലുള്ള അതേ പരാവർത്തനമാണ് മലയാളത്തിലും. സഹോദരൻ, ഉദരത്തിൽ സഹവസിച്ചവൻ, ഉമ്മയുടെ വയറ്റിലുണ്ടായവൻ, ഇസ്ലാമാകുന്ന ഗർഭഗ്രഹത്തിൽ ജനിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥത്തിന്റെ അർത്ഥം. ഞാൻ അബ്ദുള്ള സാഹിബിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ എന്നെയും അബ്ദുള്ള സാഹിബിനെയും പള്ളിയിൽ എത്തിച്ച വികാരം കൊണ്ടാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഞങ്ങളെല്ലാം സഹോദരന്മാരാകുന്നത് ഇസ്ലാമാകുന്ന ബന്ധുവിന്റെ, അല്ലെങ്കിൽ ഇസ്ലാമാകുന്ന ഗർഭഗ്രഹത്തിന്റെ, അല്ലെങ്കിൽ ഇസ്ലാമാകുന്ന ഉമ്മയുടെ, അല്ലെങ്കിൽ ഇസ്ലാമാകുന്ന വാപ്പയുടെ പിൻബലത്തിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടാകണം. നിങ്ങൾക്കിടയിൽ വല്ല തർക്കവും ഉണ്ടെങ്കിൽ അതിൽ അനുരഞ്ജനം ഉണ്ടാകണം. പലപ്പോഴും ചട്ടിയും കുടവുമായതുകൊണ്ട് തട്ടിയും മുട്ടിയും തിരിക്കും. അതുകൾക്കിടയിൽ അനുരഞ്ജനം ഉണ്ടാക്കാൻ, പ്രശ്നങ്ങളിൽ ചുരുക്കുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പരമാവധി ഏഴറ്റവും എന്നാണ് റസൂലുള്ളാഹി നുണകൾ പോലും പറയാം. രണ്ട് സഹോദരന്മാർക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവൻ നിന്നെ കുറിച്ച് നല്ലതല്ലാതെ പറയാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ചുരുക്കുണ്ടാക്കാൻ എന്തുമാത്രവും ചെയ്യാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർവ്വമായി അല്ലാഹുവിനെ പേടിക്കുക. ഇത് മൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടും. കാരുണ്യം അല്ലാഹുവിന്റെ വായോടെങ്കിലും ചോദിച്ചുകൊണ്ടിരുന്നാൽ കിട്ടാൻ സാധ്യതയുള്ള സംഗതിയല്ല. അതിനുവേണ്ടിയുള്ള പ്രവൃത്തിയാണ് ഈ മൂന്ന് സംഗതികൾ. നമുക്കിടയിലുള്ള പാരസ്പര്യം, നമ്മുടെ പ്രശ്നങ്ങളിലുള്ള അനുരഞ്ജനം, അല്ലാഹുവിനെ പേടി. അല്ലാഹുവിനെ പേടിയില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും തർക്കേണ്ടത്. മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള തർക്കത്തിന്റെ പിന്നിൽ അല്ലാഹുവിനെ പേടിയില്ലായ്മയും സമൂഹത്തിനോടുള്ള അമിതമായ പ്രേമവുമാണ്. ഇതില്ലെങ്കിൽ മുസ്ലിം സമുദായം അല്ലാഹുവിനെ വ്യക്തിയാണെങ്കിൽ സഹോദരന്മാരായി ജീവിക്കും. അപ്പോ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നതാണ്. രണ്ട് സഹോദരന്മാർക്കിടയിൽ തർക്കമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ അനുരഞ്ജനം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഇത് സൂറത്തുൽ ഹുജറാത്തിന്റെ പ്രധാന അധ്യാപനമാണ്. ഈ അർത്ഥത്തിൽ സൂറത്തുൽ ഹുജറാത്തിനെ പഠിക്കാനും തുടർന്നുള്ള ആയത്തുകൾ ചിന്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ എല്ലാ സ്ഥിരവും ബറക്കത്തും നെഞ്ചിലേറ്റുന്ന സുഭകരായ സൗഭാഗ്യം സന്ധിച്ച ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തിൽ നിന്ന് വിമുക്തരായ ആയിരക്കണക്കിന് മുത്തഖാ